ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസ് 2024 പ്രഭാഷകൻ്റെ ഗ്രന്ഥം 36-ാം അധ്യായം. ഈ അധ്യായത്തിൽ 1 മുതൽ 22 വരെ സങ്കീർത്തനങ്ങളുടെ രീതിയിൽ രൂപപ്പെടുത്തിയതാണ്. ജ്ഞാനിയുടെ ചിന്തകൾ രാഷ്ട്രീയ, സാംസ്കാരിക, മാനുഷിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സിറാക്ക് തൻ്റെ യാത്രയ്ക്കിടയിൽ അന്യജനതകളിൽ കണ്ടതും കേട്ടതുമായ ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാനും യഹൂദർക്ക് നൽകാനും ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഏകദൈവ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏകദൈവമായ യഹോവയെ എല്ലാവരും അറിയണമെന്നും ആഗ്രഹിച്ചു. ഈ അധ്യായത്തിൽ പ്രധാന പ്രതിപാദ്യ വിഷയം ചിതറിപ്പോയ ദൈവജനമായ ജനത്തോട് ദയ കാണിക്കണമെന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വഴിയുടെ ന്യായീകരണവും ഇതിൽ കാണാം. ഇനി അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെനിക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഏതാനും സുഹൃത്തുക്കൾ എനിക്ക് ഒത്തിരി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട്. അവരുടെ നല്ല പിന്തുണയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇനിയും നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ഈ വചനഭാഗം കൂടുതൽ ശ്രദ്ധയോടെ വായിക്കാനും ഇത് ചോദ്യോത്തരങ്ങൾ ശ്രവിക്കാനും ശ്രദ്ധിക്കുമല്ലോ. 1. പ്രഭാഷകൻ്റെ ഗ്രന്ഥം 36-ാം അധ്യായം ആരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ഇസ്രായേലിൻ്റെ. 2. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള 36-ാം അധ്യായത്തിലെ പ്രാർത്ഥന എത്ര വാക്യമുണ്ട്? 36-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 3. പ്രഭാഷകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ എന്താണ് ഇസ്രായേൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. 4. എല്ലാ ജനങ്ങളും ആരെ ഭയപ്പെടാനിടയാക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമായ കർത്താവിനെ. 5. ദൈവമായ കർത്താവ് ആർക്കെതിരെ കരം ഉയർത്തണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അന്യജനങ്ങൾക്കെതിരെ. 6. പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ 36-ാം അധ്യായത്തിൽ ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏത് രീതിയിൽ രചിച്ചതാണ്? സങ്കീർത്തനങ്ങളുടെ രീതിയിൽ. 7. ആര് കർത്താവിൻ്റെ ശക്തി അറിയുകയും അവിടുത്തെ ദർശിക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അന്യജനതകൾ. 8. ഞങ്ങൾ അങ്ങേ അറിയുന്നത് പോലെ അവരും അങ്ങേ അറിയാനിടയാക്കണമേ. ആര്? അന്യജനതകൾ. 9. ദൈവത്തിൻ്റെ കരബലം എങ്ങനെ പ്രകടമാകണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച്. 10. ശത്രുവിനെ എങ്ങനെ നിശേഷം നശിപ്പിക്കണമെന്നാണ് പ്രഭാഷകൻ 36:8 പറയുന്നത്? കോപത്തെ ഉണർത്തി ക്രോധം വർദ്ധിപ്പിച്ച്. 11. വാഗ്ദാനം അനുസരിച്ച് കർത്താവ് എന്ത് ചെയ്യണം എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? കാലത്തെ ദുരിതപ്പെടുത്തണമേ. 36:10. 12. കർത്താവിൻ്റെ ജനത്തെ അഥവാ ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? നാശമുണ്ടാകട്ടെ. 36:11. 13. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് പറയുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? തല തകർക്കണമേ. 36:12. 14. യാക്കോബിൻ്റെ ഗോത്രത്തോട് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ്റെ ഗ്രന്ഥം 36:12 പറയുന്നത്? യാക്കോബിൻ്റെ ഗോത്രത്തെ ഒരുമിച്ച് കൂട്ടണമേ. 15. അവരുടെ അവകാശത്തെ അവർക്ക് തിരികെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ അവകാശം? യാക്കോബിൻ്റെ അവകാശം. 16. ആരുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ? കർത്താവിൻ്റെ നാമത്തിൽ. 36:17. ആദിജാതനെപ്പോലെ പരിഗണിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണം എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? ഇസ്രായേലിൻ്റെ മേൽ. 36:17. 18. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം ജെറുസലേം. 19. കർത്താവിൻ്റെ വിശ്രമ സങ്കേതം ജെറുസലേമിനോട് എങ്ങനെ കരുണ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? ജെറുസലേമിനോട് കരുണ തോന്നണമേ. 20. സിയോനെ എങ്ങനെ നിറയ്ക്കണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത്? അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് നിറയ്ക്കണമേ. 21. കർത്താവിൻ്റെ നാമത്തിൽ അരുൾ ചെയ്തിട്ടുള്ള എന്ത് പൂർത്തിയാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്?
പ്രവചനങ്ങൾ 36:21. 22. പ്രവാചകന്മാരുടെ കർത്താവിനോടുള്ള വിശ്വസ്തത എന്താകണമെന്നാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്? തെളിയിക്കപ്പെടണമെന്ന്. 23. ഇസ്രായേലിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ആരാണ്? അഹറോൻ. 24. കർത്താവ് ആരാണെന്ന് ഭൂമിയിലെ സകല ജനങ്ങളും അറിയട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. ആരാണെന്നറിയാനാണ്. യുഗങ്ങളുടെ രാജാവായ ദൈവമായ കർത്താവ്. 25. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി എന്താണ് തിരിച്ചറിയുന്നത്? വ്യാജവാക്കുകൾ. 26. കുടിലബുദ്ധി എന്താണ് ചെയ്യുന്നത്? ദുഃഖം വിതയ്ക്കുന്നു. 27. സ്ത്രീയുടെ സംഭാഷണം എങ്ങനെയുള്ളതായാൽ അവളുടെ ഭർത്താവ് മറ്റാരേക്കാൾ ഭാഗ്യവാനാകുന്നത്? വിനയവും സൗമ്യതയും നിറഞ്ഞതായാൽ. 36:28. 28. പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരാണ്? ഭാര്യ. 36:29. ചോദ്യം 29. നഗരം തോറും ചുറ്റി നടക്കുന്നവനെ ആരും വിശ്വസിക്കത്തില്ല. ചുറ്റി നടക്കുന്ന ആരെ? കൊള്ളക്കാരനെ. 30. ആരും വിശ്വസിക്കാത്ത മറ്റ് ഒരാൾ ആരാണ്? വീടില്ലാതെ അലഞ്ഞു നടക്കുന്നതും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആരും വിശ്വസിക്കുകയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.